നീ എവിടെ? ഞാൻ വീട്ടില്. നീ സിനിമയ്ക്ക് വരുന്ന? ഞാനൊന്നും വരുന്നില്ല. ടിക്കറ്റ് ഞാൻ എടുത്തോളാം. പിന്നെ നീ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ വരും. എനിക്ക് കട്ടാക്കിയ എടാ പടം ഒരു രക്ഷയില്ലായിരുന്നു. ലാസ്റ്റ് നടന്റെ ഒരു ഫൈറ്റ് ഉണ്ട്. ഓ നീ ആ പടം കണ്ടല്ലേടാ? ഇതാര്? നിന്നെ ഞാൻ മര്യാദക്ക് വിളിച്ചല്ലേ? എന്നാലും നിനക്കറിയാവുന്നല്ലേടാ എനിക്ക് എന്റെ സ്വഭാവം ഉണ്ടെന്ന്. നിന്റെ ആ രണ്ട് സ്വഭാവം കൊണ്ടാണ് നമ്മൾ തമ്മിൽ കൂടെ കൂടെ ഉടക്കുന്ന. ഞാൻ ചുമ്മാ അറിഞ്ഞാടാ. നീ ഇപ്പൊ പടത്തിന് പോയെന്ന് പറഞ്ഞു എനിക്കെന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. സ്വഭാവം മാറിയാ. പക്ഷെ നീ എന്നാലും എന്നെ വിളിക്കാണ്ട് സിനിമയ്ക്ക് പോയി. ഇത് വീണ്ടും ഞാൻ വണ്ടി തരാം, നീ വീട്ടിൽ വന്ന് എടുത്തു പോയി. പിന്നെ നിനക്കല്ലാതെ പിന്നെ ആർക്കടാ? പിന്നെ നീ എന്റെ അച്ഛൻ നിനക്കല്ലേ വണ്ടി ഓടിക്കാൻ. മാതാവേ, നിന്റെ ഈ രണ്ട് സ്വഭാവം വെച്ച് നീ ഭാവിയിൽ രക്ഷപ്പെടാനേ പോണില്ലാട്ടാ. കാരണവന്മാരായിട്ടൊക്കെ കൈമാറി കിട്ടിയ സ്വഭാവം ഉണ്ടാ. അവന്മാരെ എല്ലാത്തിനും നിരത്തി നിർത്തി ചെവിക്കലടിച്ച് ഞാൻ പൊട്ടിക്കും. അയ്യോ അവരൊക്കെ മരിച്ചു വേണല്ലേ, പിന്നെ നീ എങ്ങനെ? അളിയ നീയല്ലേ പറഞ്ഞ 7 പേരുണ്ടെന്ന്, ഇപ്പൊ 6 പേരായ. ഇല്ലാത്തത് ഗോളിയാ. അളിയ അരമണിക്കൂർ കഴിഞ്ഞ് മാച്ച് തുടങ്ങുവേ. നീ എവിടെന്നെങ്കിലും ഒപ്പിച്ചോടാ, എനിക്ക് അറിഞ്ഞൂടാ. എന്താണ് പ്രശ്നം? അളിയ ഫുട്ബോൾ മാച്ചിൽ 6 പേരേ ഉള്ളിയ. ഒരു ടീം 7 പേര് വേണം. ഒരുത്ത എല്ലാം സെറ്റ് ആക്കിയിട്ട്. സൂപ്പർ ഗോളിയാണ്. നിനക്കതിന് ഗോളിയൊക്കെ അറിയാമോ? അളിയ സമയത്ത് നിന്റെ സ്വഭാവം മാറല്ലേ? അല്ല നീ വിളിച്ച് പറയാമയുടെ മാധവ് വരുന്നുണ്ടെന്ന് ഗോൾ ഇരിക്കാനായിട്ട്. ഇന്ന് ബോളൊക്കെ ഇരിക്കാൻ പറപ്പിക്കുന്നു. പിന്നല്ല മാധവ്. ഹലോ അളിയ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഗോളീനെ കൊണ്ട് അങ്ങ് വരും. മാധവ് അളിയ 6 മണിക്ക് കൃത്യം കളി തുടങ്ങുവേ. 6 മണിക്കാടാ സച്ചിനെ കളി? ആ എനിക്ക് പറ്റൂല. അന്ന് 6 മണിക്ക് വീട്ടിൽ കയറണം, വിളക്കെത്തിക്കുന്ന സമയമാണ്. നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാടാ? അത് പറ്റൂല. ഇല്ല പറ്റൂല സച്ചിനെ, പറ്റൂല. സച്ചിനെ വാ, ഇവിടെ വാ. ഇവിടെയാണ് നമ്മള് ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്താൻ പോണ സ്ഥലം. ഇവിടെ ഇത്രയും ഭാഗത്തായിട്ട് നടത്തണം. അല്ലെങ്കിൽ വേണ്ട, ക്രിക്കറ്റ് വേണ്ട, ഒന്നും വേണ്ട, എല്ലാം നഷ്ടത്തിലാവും. എല്ലാരും എന്നെ പറ്റിക്കും.